ഹായ് ഗൈസ്, അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. കുറച്ച് തിരക്കും കാര്യമായിരുന്നേ. അപ്പോൾ ഇന്ന് കുറച്ച് രാവിലെ ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് കുറച്ച് ചെടികൾ നടാതെ ഇല്ലായിരുന്നോ. അപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് നടാമെന്ന് ഓർത്ത് ഞാൻ രാവിലെ തന്നെ ഇറങ്ങി. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം കുറച്ച് ചെടികൾ നട്ടിട്ട് പോകാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചെടികൾ പറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ കുറേ ചെടികളായി. അപ്പോൾ നടാൻ സമയമില്ലായിരുന്നേ. അപ്പം ഇന്നത് നട്ടേക്കാമെന്ന് ഓർത്തിട്ടാണ് രാവിലെ ഇറങ്ങി നടുന്നത്. അപ്പം റോസ് ചെടിയൊക്കെ ഉണ്ടായിരുന്നേ. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ചെടികളൊക്കെ ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ കവറൊക്കെ കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് ചെടി നടാനില്ല, അതോടുകൂടെ വെക്കരുത്. അപ്പോൾ ഞാനതെല്ലാം കട്ട് ചെയ്തു. പിന്നെ ആ മണ്ണും കളഞ്ഞിട്ടില്ല കേട്ടോ. ആ മണ്ണോടുകൂടെ തന്നെ ഞാൻ വെക്കുന്നത്. അത് ഇച്ചിരി ചെമ്മണ്ണൊക്കെയാണെന്ന് തോന്നുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ മണ്ണിൻ്റെ കളർ കറുത്ത കളറായിട്ടാണ് ഇരുന്നത്. ഇനി എനിക്കാണെങ്കിൽ റോസാ ചെടിയോടാട്ടോ ഒത്തിരി താല്പര്യം കൂടുതൽ. അപ്പം സ്റ്റെപ്പിൻ്റെ അവിടെയായിട്ട് വീട്ടിനകത്ത് കയറി പോകുന്ന അവിടെയായിട്ട് റോസാ ചെടി തന്നെ നട്ടുപിടിപ്പിച്ചേ. ഞാൻ പിന്നെ ചെടികളൊന്നും വാങ്ങിച്ചിട്ട് വന്നപ്പോൾ നട്ടിട്ടില്ലായിരുന്നേ. കാരണം പശുവിൻ്റെ ശല്യം ഉണ്ടായിരുന്നേ. അപ്പോൾ പശു വന്ന് എല്ലാം തിന്നിട്ട് പോകുമെന്ന് ഓർത്തിട്ടാണ് നടാത്തത്. പിന്നെ സൈഡിലെ കമ്പൊക്കെ അടിച്ചിട്ട് അതുകൊണ്ടാട്ടോ ഇത്ര ലേറ്റായിട്ട് ചെടി നടുന്നത്. അപ്പം കമ്പൊക്കെ അടിച്ച് വേലിയൊക്കെ ഒന്ന് കെട്ടിയിട്ടാണിപ്പോൾ റോസ് ചെടിയൊക്കെ നടുന്നത്. എനിക്ക് നല്ല രീതിയിൽ ഗാർഡനിങ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടാവുകയോ വരാൻ. അപ്പോൾ പിന്നെ മഴയും കൂടെയൊക്കെ അല്ലേ. അപ്പം അതുകൊണ്ട് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് നല്ല മഴയുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. മൂന്നാറിൽ 6 ദിവസത്തേക്ക് നല്ല മഴയുണ്ട്, ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ നോക്കി വരണം കേട്ടോ. മഴ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ മൂന്നാറിൽ നല്ല ട്രാഫിക്കാകും. വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടില്ലേ. അപ്പം ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ടൗണിലൊക്കെ വണ്ടി നിർത്താൻ പറ്റാത്തതുകൊണ്ട് അവർ പിന്നെ അവിടെ ഇറങ്ങുന്ന പരിപാടിയില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ മൂന്നാറിൽ. പക്ഷേ ഇപ്പോൾ മൂന്നാറിൽ നല്ല പാലമൊക്കെ പണിയുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കാറ്. പദ്ധതിയൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അറിയില്ല കേട്ടോ ശരിക്കും. അങ്ങനെ ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചു, വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ശരിയാക്കിയിട്ടുണ്ട്. അറിയില്ല, ഞാൻ നട്ട വിധമൊക്കെ ശരിയാണെന്ന് അറിയില്ല. ഒരുവിധം നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നാളത്തെ വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.